ഭൂലോകത്ത് ജീവിക്കുന്ന 90% മുസ്ലിങ്ങളും പരലോകം എന്ന് പറയുന്ന ജീവിതത്തെ ആഗ്രഹിക്കുന്നവരല്ല. 90% ആളുകളും ക്ഷണികമായ ഇഹലോക ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾക്ക് പിന്നാലെ കിതച്ചോടുകയാണ്. എല്ലാവർക്കും ആവശ്യമായ ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രം കിട്ടിയാൽ സംതൃപ്തരാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന, റബ്ബുമായി കണ്ടുമുട്ടണമെന്ന ചിന്തയില്ലാതെ ഭൂമിയിൽ ജീവിക്കുന്നവർ, വറളൂ ബിൽ ഹയാത്തി ദുനിയ, അവർ ക്ഷണികമായ ഭൗതിക ജീവിതത്തെ തൃപ്തിപ്പെടുകയാണ്. വഉത്മഅന്നു ബിഹ, അതിൽ അവർക്ക് എന്ത് കിട്ടിയോ അതിലവർ സമാധാനമടയുകയും ചെയ്യും. എന്നാലോ വല്ലദീനഹും അൻ ആയാത്തിന ഗാഫിലൂൻ, അവർ വിശുദ്ധ ഖുർആന് അള്ളാഹുവിന്റെ ആയത്തുകളെക്കുറിച്ച് മരണം വരെ അശ്രദ്ധരാണ്. ജീവിതത്തിൽ ഒരു നേരം പോലും അള്ളാഹിന്റെ കലാം എന്ത് പറയുന്നു എന്ന് പരിശോധിക്കാറില്ല, ഒരശ്രദ്ധരാണ്. ഉലായിക്ക മഅ്വാഹു മുന്നാർ, അത്തരം ആളുകൾക്ക് അള്ളാഹു അഭയകേന്ദ്രമായി നിശ്ചയിച്ച് നരകമാണ്. കാരണം എന്താ? ബിമാ ഖാനു യക്സിബൂൻ, നരകമാണ് അവർ ദുനിയാവിൽ വെച്ച് അതിനു വേണ്ടിയാ പ്രവർത്തിച്ചത്. അതുകൊണ്ട് ക്ഷണികമായ ഭൗതിക ജീവിതത്തെ ആഗ്രഹിച്ച് ജീവിക്കുകയാണ്. അത്തരം ആളുകളെ സംബന്ധിച്ചാണ് സൂറത്ത് യൂൻസിലെ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മൾ ഉണർത്തിയത്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. ദുനിയാവ് കുറച്ച് കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. മരിക്കുന്ന സമയത്ത് മാത്രം മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ മയ്യത്ത് നമസ്കാരത്തിലും ഇനി എന്തെങ്കിലും മയ്യത്തിന് വല്ല പ്രതിഫലവും പരലോകത്ത് കിട്ടാൻ വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന കുടുംബാംഗങ്ങളെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ജീവിക്കുന്ന കാലത്ത് എന്റെ പരലോക ജീവിതം നേടണം എന്ന് ചിന്തിക്കാറില്ല. പലരും ദുനിയാവിന് വേണ്ടി ജീവിക്കുകയാണ്. ദുനിയാവാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അള്ളാഹു സൂറത്തുൽ ഇസ്രായിൽ നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കേൾക്കാം. മൻകാന യുരീദുൽ ആജിലത്ത, ഭൗതിക ജീവിതത്തെ ആരെങ്കിലും ആഗ്രഹിച്ച് അതിനുവേണ്ടി പണിയെടുത്താൽ അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ, നാം ഉദ്ദേശിക്കുന്ന അല്ലാഹു ഉദ്ദേശിക്കുന്ന എന്താണോ അത് നാം എളുപ്പമാക്കിക്കൊള്ളും. ദുനിയാവിന് വേണ്ടി ഓടി നടക്കുന്ന കിതച്ചോടുന്ന ആളുകൾക്ക് ആ ദുനിയാവ് നാം എളുപ്പമാക്കി കൊടുക്കും. എന്നിട്ടോ സുമ്മ ജഅൽനാ ലഹു ജഹന്നം, പിന്നെ അവന്റെ മയ്യത്ത് നരകത്തിന് വേണ്ടി നിശ്ചയിക്കും. ഭൗതിക ജീവിതത്തിന് വേണ്ടി കിതച്ചോടുന്ന മനുഷ്യൻ അവന്റെ അന്ത്യശ്വാസം എടുക്കുമ്പോൾ നാം അവന് കൊടുക്കുന്ന സമ്മാനം അത് നരകമാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, യസ്ലാഹ മദ്മൂമം മദ്ഹൂറ, അവൻ നരകത്തിൽ ആക്ഷേപിക്കപ്പെട്ടവനും അള്ളാഹുവിന്റെ സകല കാരുണ്യത്തിൽ നിന്നും അകറ്റപ്പെട്ടവനും, ഒരു കാരുണ്യവും അവന് ലഭ്യമാവുകയില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ദുനിയാവ് എന്ന് പറയുന്ന ഈ ഭൗതിക ലോകത്തെ സൂക്ഷിക്കാൻ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ്, അത് നല്ല നാഗരികത നിറഞ്ഞാണ്. അതുകൊണ്ട് ഫത്തഖു ദുനിയാവിനെ സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ നരകം ഉറപ്പാവും. പക്ഷെ ദുനിയാവ് നേടുക എന്നതാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മുഴുവൻ ആളുകളുടെയും ലക്ഷ്യം. അതായത് ഞാൻ 90% എന്ന് പറയുന്നത്. എന്നാൽ അല്ലാഹു തന്നെ പറയുന്നു, ഒമൻ അറാദൽ ആഖിറത, എന്നാൽ പരലോകം മുഖ്യ ലക്ഷ്യമായി ജീവിക്കുന്നവരുണ്ട്. വസഅലഹ സഅയഹ, ആ പരലോക വിജയത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്നവരുമുണ്ട്. വഹുവ മുഅ്മിൻ, അവർ വിശ്വാസികളായിക്കൊണ്ട് ആരെയും കാണിക്കാനല്ല, ഈമാനോടുകൂടിയ പ്രവർത്തനം. ഫൗലൈക കാന സഅയ്യുഹും മഷ്കൂറ, അവരുടെ അധ്വാനം പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു നന്ദിപൂർവ്വം സ്വീകരിക്കുന്നതും അർഹമായ സ്വർഗീയ ജീവിതം അള്ളാഹു നൽകുകയും ചെയ്യും. പരലോകം ലക്ഷ്യാക്കുന്നവർക്ക്, ദുനിയാവ് ലക്ഷ്യാക്കുന്നവർക്ക് അതാ കൊടുക്കുക. ഈ ആയത്തിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തത് ഇങ്ങനെയാണ്: വമൻ കാനത്ത് ദുനിയാ ഹമ്മുഹു, ആരുടെ ഭൗതിക ജീവിതം ആർക്കാണോ
മുഖ്യ ലക്ഷ്യമാകുന്നത് ജഅലല്ലാഹു ഫഖറ ഐനൈഹി വഫറഖ അലൈഹി ശംലഹു. അവന്റെ കൺമുമ്പിൽ എത്ര പൈസ ഉണ്ടായാലും ദരിദ്രനാക്കും അല്ലാഹു. ഒരു ദരിദ്ര ജീവിതം നയിക്കുക, സമാധാനം ഉണ്ടാവില്ല. സന്തോഷവും സമാധാനവും എടുത്തു കളയും. എന്നിട്ടോ വഫറഖ അലൈഹി ശംലഹു, അവൻ എത്ര ദുനിയാവ് സമ്പാദിച്ചാലും ആ സമ്പാദിച്ച പണം മുഴുവനും പല വഴിക്ക് ചിതറിപ്പോവും. അതൊരിക്കലും അവന്റെ ഒരു ഉന്നതമായ കാര്യം നിർവഹിക്കാൻ എത്തൂല. അത് ചിതറിപ്പോവുക. എന്നാൽ രോഗങ്ങളായും മനസ്സമാധാനമില്ലാത്ത ജീവിതമായും പല നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ നൽകിയും അള്ളാഹു അവൻ സമ്പാദിച്ച പണം മുഴുവൻ ഛിന്ന ഭിന്നമാക്കി കളയും. ദുനിയാവ് ഒരുപാടോ നേടിയിട്ടുണ്ടാവും, പക്ഷെ അതെല്ലാം അള്ളാഹു ഛിന്ന ഭിന്നമാക്കും. അതിന് പണി കൊടുക്കുമല്ല. ദുനിയാവിന് വേണ്ടി നെട്ടോട്ടം ഓടി കോടികൾ ഉണ്ടാക്കി, പക്ഷെ ആ കോടികളെല്ലാം സമാധാനം കിട്ടാത്ത വിധം അങ്ങേയറ്റത്തെ പ്രയാസത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ടല്ല പറയാ ഒമൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു, പരലോകം ലക്ഷ്യം വെച്ച് ജീവിച്ചു. പരലോകം വേണം, അത് നേടിയെടുത്തേ പറ്റൂ എന്ന ചിന്തയോടുകൂടി ദുനിയാവിൽ ജീവിച്ചു. എന്നാലോ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി, അവന്റെ മനസ്സിൽ അല്ലാഹു സമാധാനവും സന്തോഷവും വിട്ടു. ആഖിറത്തിന് വേണ്ടി അധ്വാനിച്ചു, എന്നാലും അവന്റെ മനസ്സിൽ അല്ലാഹു എന്ത് ചെയ്യും? സമാധാനം ഇട്ട് കൊടുക്കും. വജമഅ ലഹു ശംലഹു, അതിനാവശ്യമായ പരലോകം കിട്ടാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഒരുക്കി കൊടുക്കും. സന്ദർഭങ്ങളൊക്കെ അല്ലാഹു ഒരുക്കി കൊടുക്കും. മറ്റതുകൊണ്ട് എല്ലാം ഉണ്ടാക്കിയതും ശിഥിലമായി പോകും. പണം മനസ്സിലായോ? ഒന്നും തികയാണ്ട് വരും. അപ്പൊ ആഖിറം ലക്ഷ്യം വെച്ചാൽ അല്ലാഹു ആഖിറം നേടാനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും റബ്ബ് ചെയ്തു തരും. ഇതാ റസൂൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചത് കേട്ടോ. അപ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നമ്മളെ ഉണർത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു നമ്മളുടെ ചിന്ത മാറാൻ, നമ്മളുടെ ചിന്ത അള്ളാഹുവിന്റെ ദീനിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു ഉണർത്തുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞു, ഒരായത്തോതി, സൂറത്ത് അൻആമിലെ ഒരായത്ത്, ഫലമ്മാ നസൂ മാ ദുക്കിറു, അള്ളാഹുവിന്റെ ഉത്ബോധനത്തിൽ നിന്ന് അകന്ന് ഖുർആന്റെ യാതൊരു ചിന്തയുമില്ലാതെ ഭൗതിക ജീവിതത്തിന് അങ്ങേയറ്റത്തെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ അഗണ്യ കോടിയിലേക്ക് തള്ളിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ല ശൈ, അള്ളാഹു ദുനിയാവിലെ അനുഗ്രഹങ്ങളുടെ എല്ലാ ഭൗതിക സൗകര്യങ്ങളും അള്ളാഹു അവന്റെ മുമ്പിൽ ആ വാതിലുകളെല്ലാം തുറന്നു കൊടുക്കും. എവിടെ മുട്ടിയാലും അവന് ഭൗതിക ലോകം കിട്ടും, അക്കോലത്തിലാക്കും. അങ്ങനെ കിട്ടിയ നമ്മളെന്താ പറയാ? നമ്മൾ തൊട്ടതൊക്കെ സമ്പത്തായി മാറുകയാണെങ്കിൽ നമ്മളെന്ത് പറയും? അള്ളാഹ്ക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടാ അല്ലേ? ഞാൻ എന്തെല്ലാം തോന്നിയാസം ചെയ്താലും എങ്ങനെയൊക്കെ തെറ്റ് ചെയ്താലും തെമ്മാർത്ഥം ചെയ്താലും അള്ളാഹു എന്നെ ശിക്ഷിക്കുന്നില്ല, അല്ലേ നമുക്ക് തോന്നുക? അപ്പൊ അള്ളാഹ് പറയാ ഫതഹ്ന അലൈഹിം, അപ്പൊ തോന്നിവാസിയായി ജീവിക്കുന്ന ആളുകളുടെ മുമ്പിൽ അള്ളാഹു ഭൗതികതയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കും. എന്നിട്ട് പറയാ ഹത്തായിദാ ഫരിഹു ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ട ഭൗതിക സൗകര്യങ്ങളിൽ ആനന്ദം പുളകിതരായി ജീവിക്കുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അഹദ്നാഹും ബഗ്തത്തൻ, ഓരെ നാം പെട്ടെന്ന് കണ്ട് പിടിക്കും. അങ്ങനെ അവരുടെ മരണമൊക്കെ പെട്ടെന്നാ, സുയിച്ചിങ്ങനെ ജീവിക്കായിരിക്കും, അപ്പോഴായിരിക്കും പിടുത്തം വരും. അഹദ്നാഹും ബഗ്തത്തൻ. അപ്പോഴോ സമ്പത്ത് കോടാനുകോടി ഉണ്ടാക്കിയിട്ട് ഒരു ആക്സിഡന്റ് മരണം സംഭവിച്ചാൽ എന്തുണ്ടാവും? വീട്ടുകാരും തരുത്തു. മരിക്കുന്ന സമയത്ത് ആക്സിഡന്റിൽ അപകടത്തിൽപ്പെട്ട മനുഷ്യനുണ്ടാവും. ഖുർആൻ പറയാണ് ഫൈദാഹും മുബ്ലിസൂൻ, ആശയറ്റവരാവും. മരിക്കുക ആശയറ്റ. ആഹറും പോയില്ലോ, ഇവിടെ ഇല്ലല്ലോ, ഇവിടെയും കിട്ടിയില്ല, അവിടെയും പോയി. ഭയങ്കര ആശ മുറിഞ്ഞു പോവും. എല്ലാ ആശയും പണം കൊണ്ട് എല്ലാവരെയും സൂചിപ്പിച്ചു. പക്ഷെ ഇയാൾ പോകുന്ന യാത്ര വല്ലാത്ത അപകടത്തിലേക്കാണ്. അപ്പൊ അയാൾ ആശയറ്റു പോകും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് റസൂല പറയാ, ഈ ആയത്തിന് സൂറത്ത് അൻആമിലെ ഈ ആയത്തിന് റസൂല വിശദീകരിച്ച് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, ഇദാ റഅയ്തല്ലാഹ യുഅ്തിൽ അബ്ദ മിനദ് ദുനിയ, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ തമ്മാടിത്തത്തിൽ മുഴുകുമ്പോൾ, തോന്നിവാസത്തിൽ മുഴുകുമ്പോൾ, അലാ മആസി, ഒരുപാട് അള്ളാഹ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിലും
ചിന്തകളിലൊക്കെ നിങ്ങൾ ജീവിക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവ് ഒരുപാട് വാരിക്കോരി തരുന്നത് കണ്ടാൽ ഫൈനമാഹുവ ഇസ്തിദ്റാജ്, അത് അള്ളാഹുവിന്റെ പടിപടിയായുള്ള പിടുത്താണ്. ഇപ്പൊ പിടിക്കുമല്ല, ഒരുപാട് കോടികൾ വാരി വാരി തരും നിങ്ങൾ തമ്മാടുത്തം ചെയ്ത് കൊടുക്കുമ്പോൾ. അത് അള്ളാഹിന്റെ ഒരു ഏർപ്പാടാ. സുമ്മ തലാ റസൂൽ, എന്നിട്ടാണ് ഈ ആയത്ത് റസൂൽ ഓതിയത്. പടിപടിയായുള്ള പിടുത്തം എങ്ങനെയാ പിടിക്കുക? അതാണ് ഓതിയത്. ഫലമ്മാ നസൂമാ ദുക്കിറു ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ല ശൈ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ തമ്മാടികളായി ജീവിക്കുമ്പോൾ അള്ളാഹു നമ്മളുടെ മുമ്പിൽ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ ഒരുപാട് തുറക്കും കേട്ടോ. എന്തോ അതിൽ നിങ്ങൾ ഹത്തായിദാ ഫരിഹു, ആർഭാട വിഭൂഷികളായി സന്തോഷഭരിതരായി നിങ്ങൾ ജീവിക്കുമ്പോൾ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഇടുത്തി പോലെ അള്ളാഹുവിന്റെയും അഹദ്നാഹും ബഗ്തത്തൻ, പെട്ടെന്നൊരു പിടുത്തണ്ട് പിടിക്കും. സാധാരണഗതിയിൽ ഒരു തൗബ ചെയ്യാൻ പോലും അവസരമില്ലാത്ത വിധം പിടിച്ചാളും. ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് അള്ളാഹിനോട് മാപ്പപേക്ഷിക്കാൻ പടച്ചോനെ ചെയ്തു പോയി. ഇപ്പൊ സാധാരണ നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ശൈശവം നമ്മൾ അള്ളാഹ്ക്ക് കൊടുക്കൂല അല്ലേ, പിന്നെ ബാല്യം നമ്മൾ അള്ളാഹ്ക്ക് കൊടുക്കൂല, കൗമാരവും അള്ളാഹ്ക്ക് കൊടുക്കൂല, വാർദ്ധക്യാണ് കൊടുക്കുക. ആ വാർദ്ധക്യ സമയവും അള്ളാഹു കൊടുക്കാൻ വിടൂല. കാരണം അന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലൊക്കെ നീ അള്ളാനെ വിട്ടു ജീവിച്ചു, ഭൗതിക ജീവിതത്തിന് വേണ്ടിയോ കരച്ചോടി. എന്നാ ഭൗതിക ജീവിതം കിട്ടിയ എനിക്ക് ഇല്ല, അതും കിട്ടൂല. അതെന്താ കിട്ടുക? ഇവിടുത്തെ ഒന്നും നേടാത്തൊരു പാവപ്പെട്ട മനുഷ്യൻ, അവൻ വസ്ത്രം വാങ്ങുന്നു, അത് ധരിക്കുന്നു, നുരുമ്മിപ്പോകുന്നു. അവന്റെ ഭക്ഷണം കഴിക്കുന്നു, അവനും അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഭക്ഷണം കഴിച്ചത് അവൻ എന്ത് ചെയ്യും? വിസർജിക്കും അല്ലെ. ഇതുപോലെ തന്നെ ഏത് വലിയൊരു സമ്പന്നായാലും അവൻ എന്ത് ചെയ്യും? നല്ല ഡ്രസ്സ് വാങ്ങും, അതും നുരുമ്പിപ്പോവും, അതും ഇഷ്ടമില്ലാണ്ടാവും അല്ലേ. പിന്നെ അവനും ഭക്ഷണം കഴിക്കും. രണ്ടു കൂട്ടരും, പണമുള്ളവനും പണം ഇല്ലാത്തവനും ഖബറിലേക്ക് വെച്ചാൽ ഒരേ മണ്ണ് അല്ലേ. ആ മണ്ണിലേക്ക് കണ്ടു വെച്ചാൽ എന്തുണ്ടാവും? അലദ്ദൂദിൽ ഖുദൂദ വആസഫിഹാ അകൂലല്ലിൽ ബഹിയാത്തി തിറാബി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാ. എന്താ പറയുന്നത്? അലദ്ദൂദിൽ ഖുദൂദ്, നമ്മളുടെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ മയ്യത്തിന്റെ മണം ഉടനെ തന്നെ മണ്ണിലുള്ള മുഴുവൻ പുഴുക്കളും വിവരമറിഞ്ഞു, എന്റെ ഭക്ഷണം എത്തിയിരിക്കുന്നു. അലദ്ദൂദിൽ ഖുദൂദ വആസഫിഹാ, അവനത്, ആ പുഴുക്കൾ അവന്റെ ശരീരം കാർന്ന് കാർന്ന് തിന്നും. മുഖത്തൊക്കെ നിറയെ പുഴുക്കൾ നിറഞ്ഞ് കണ്ണിന്റെ ദോരത്തിലൂടെ ശരീരത്തിന്റെ അകത്തേക്ക് കടക്കും, എന്നിട്ട് അതും തിന്നും അല്ലേ. അപ്പം കറുത്ത വണ്ടുകൾക്കും പുഴുക്കൾക്കും തിന്നാനുള്ള നമ്മളെ ശരീരം മറന്നു പോണ്ട കേട്ടോ. കോമളമായ ശരീരം, കണ്ണാടിയിൽ നോക്കി 24 മണിക്കൂറും പുഞ്ചിരിക്കുന്ന ശരീരം, എല്ലാ ബ്യൂട്ടി പാർലറിലും പോയി മുടിയും താടിയും കോലവും ഒക്കെ മാറ്റുന്ന ആണും പെണ്ണും, ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവച്ച് കൊടുക്കുന്നത് ഈ പുഴുക്കൾക്ക് തിന്നാനുള്ള ഭക്ഷണം മറന്നുകൊണ്ട കേട്ടോ. ആ പുഴുക്കൾ കാർന്ന് തിന്നു ചെയ്യുക, ആ അവസ്ഥ മറന്നുകൊണ്ട. അപ്പൊ അതുകൊണ്ട് എത്രത്തോളം നമ്മളുടെ കയ്യിൽ അള്ളാഹു സമ്പത്ത് തന്നു, നമ്മൾ തെമ്മാടുത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു ഇങ്ങനെ അനുഗ്രഹം കൂടിക്കൂടി തരുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളി, പരലോകത്തേക്കുള്ള യാത്ര വാർദ്ധക്യത്തിൽ പോലും നന്മ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് പോകാൻ അള്ളാഹു അവസരം തരൂല, പെട്ടെന്ന് പിടിച്ചാളും കേട്ടോ. അതുകൊണ്ട് കുറെയൊക്കെ ശൈശവം ഏതായാലും നമ്മൾ കൊടുക്കൂല, കുട്ടിക്കാലം നമ്മൾ കൊടുക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം അള്ളാഹിനോട് എടുക്കാനുള്ള ഭാഗ്യവും നമുക്ക് ഉണ്ടായില്ല. എന്നാലോ ശൈശവം കഴിഞ്ഞു, പിന്നീട് നമ്മൾ എന്തിലേക്കെത്തും? ബാല്യത്തിലേക്കെത്തും അല്ലെ. ബാല്യവും 90% യുവാക്കൾക്കും അള്ളാഹ് കൊടുക്കാൻ കഴിയില്ല, അപ്പോഴും പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത തന്നെ അല്ലെ. പിന്നെ കൗമാരം പലപ്പോഴും അല്പാൽപമായി കൊടുക്കാൻ തുടങ്ങുക അല്ലെ. കൗമാരത്തിലൊക്കെ എത്തുമ്പോഴേക്ക് വാർദ്ധക്യത്തിലെത്തുമ്പോഴാണ് പടച്ചോന്, ഖബറ്, പരലോകം, നരകം, സ്വർഗം ചിന്തകളൊക്കെ വരിക അപ്പോഴാണ്. കാരണം എന്താ? ശരീരത്തിന്റെ മുഴുവൻ ആരോഗ്യവും ഓരോ ഭാഗങ്ങളായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാ ചിന്ത വരിക, അതുവരെ ഉണ്ടാവുമോ? അപ്പോ അത്തരം ആളുകളെയാണ് ഖുർആന്റെ ആയത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി
പരലോകത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്പമെങ്കിലും എന്റെ പരലോക ജീവിതവും കൂടി ഞാൻ ശ്രദ്ധിക്കേണ്ടതുള്ള ബോധത്തോട് ജീവിക്കണമെന്നാണ് ഞാൻ ഉണർത്തുന്നത്. ഇനി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്ത് ഫാത്തിറിൽ പറഞ്ഞൊരു ആയത്ത് കൂടി കേട്ടോളി. ഇവിടെ റബ്ബിന്റെ കൽപ്പനകൾക്ക് ഒരു വിലയില്ല. നമ്മൾ ആഗ്രഹങ്ങളും മോഹങ്ങളും തീർത്ത് ജീവിക്കുകയാണ്. അത്തരം ആളുകൾ അള്ളാഹുവിനോട് നന്ദി കെട്ടവരായി ജീവിക്കുന്നവരാണ്. അവരുടെ ശിക്ഷ അള്ളാഹു പറയാണ്, വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം. അള്ളാഹിനോട് നന്ദികേട് കാണിച്ച് ജീവിക്കുന്നവർക്ക് ലഹും നാറു ജഹന്നം, അവരുടെ മയ്യത്ത് നരകത്തിനുള്ള. ലാ യുക്ല അലൈഹിം, നരകത്തിന്റെ അഗ്നി അവരെ തിന്നു തീർക്കൂല. നരകത്തിൽ പ്രവേശിക്കുന്ന മയ്യത്തില്ലേ, അത് കരിഞ്ഞു പോവില്ല. ലാ യുക്ല അലൈഹിം. അങ്ങനെയാണെങ്കിൽ ഫയമൂത്തു, അവർക്ക് മരിക്കാമായിരുന്നു. അല്ല പറയാ വലാ യുഖഫഫു മിൻ അദാബിഹ, അവരുടെ ശിക്ഷ കയറിയത് മുതൽ, നരകത്തിൽ പ്രവേശിച്ചത് മുതൽ അവന്റെ എത്ര കാലമാണോ അള്ളാഹു നരക ജീവിതത്തിൽ അവന് നിശ്ചയിച്ചത് അതുവരെ ഒരു ലഘൂകരണവും ശിക്ഷക്കുണ്ടാവില്ല. അങ്ങനെ അള്ളാന്റെ ശിക്ഷ കേട്ടോ. അതാണ് ലാ യുഖഫഫു മിൻ അദാബിഹ കദാലിക നജ്സി കുല്ല കഫൂർ. എല്ലാ നന്ദി കെട്ട് ജീവിച്ചു മരിച്ചു പിരിഞ്ഞവർക്കുള്ള ശിക്ഷ ഇങ്ങനെയുണ്ടാകുക. അതുകൊണ്ട് കുറെയൊക്കെ നമ്മുടെ പരലോക ബോധം നമുക്കുണ്ടാവണം, ചിന്തിക്കണം. അത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തുടരെ പറഞ്ഞുകൊടുക്കുക. ഈ ഖുർആൻ നമ്മൾ തുടരില്ലല്ലോ, നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഖുർആനെ പറ്റിയുള്ള ഒരു ചിന്ത നമുക്കില്ല. നമ്മൾ ഖുർആന് മരിച്ചോട്ട് വേണമെങ്കിൽ ഓതും അല്ലേ. മരിച്ച മയ്യത്തിന് പാഠം പഠിപ്പിക്കാനാ പലരും ഓതാറുള്ളത്. ആ ഓതുന്ന സൂറയിൽ പറയുന്നെന്താ, വന്തിർ മൻകാന ഹയ്യ, ഹയാത്തുള്ളവനക്ക് താക്കീത് നൽകി ഖുർആൻ കൊണ്ടതാ. പക്ഷെ അത് ഓതുന്നതോ ജഡത്തിന്റെ മുമ്പിലാ. മുസ്ലിങ്ങള് നല്ലൊരു ഒഴിഞ്ഞ സമയമാണല്ലോ മരിച്ചാല്, അപ്പം അങ്ങനെ പഠിപ്പിക്കും. ജീവിതകാലത്തോ അതേറ്റി ആ ഒരു ബന്ധവുമില്ല. അല്ല പറയാ وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى وَأَمَّا مَنْ طَغَى وَآثَرَ الْحَيَاةَ الدُّنْيَا فَإِنَّ الْجَحِيمَ هِيَ الْمَأْوَى. അള്ളാഹു പറഞ്ഞെന്താ, അള്ളാന്റെ നിർദ്ദേശങ്ങളെ, കൽപ്പനകളെ, താല്പര്യങ്ങളെ, ആഗ്രഹങ്ങളെ അവഗണിച്ച് തള്ളി അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ അല്ലാത്ത ആളുകളാരാ? അവർ എന്ത് ചെയ്യുമ്പോഴും പറയുമ്പോഴും റബ്ബേ നിന്നോട് ഞാൻ മറുപടി പറഞ്ഞു. ഒരു കച്ചവടം ചെയ്യാം, അവൻ ചിന്തിക്കും. ഒരു ബാങ്കിൽ പോയി അവന്റെ ബേജാറായി പോകും പലിശയുമായി ബന്ധപ്പെടുമ്പോൾ അല്ലേ. അതാണ് വാമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ കോടതിയെ ഭയപ്പെട്ടവർ. അള്ളാന്റെ കോടതി പറഞ്ഞാലേ വക്കീലില്ലാത്ത കോടതിയാ. അള്ളാഹുവിന്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചു. വനഹൻ നഫ്സ അനിൽ ഹവ, മനസ്സിന്റെ മോഹങ്ങളെ നിയന്ത്രിച്ചു. മനസ്സിന് ഒരുപാട് മോഹങ്ങളുണ്ട്, വളരെ മോശപ്പെട്ട ആഗ്രഹങ്ങൾ, അതിനെ നിയന്ത്രിച്ചു. എന്നാലോ ഫൈനൽ ജന്നത്ത ഹിയൽ മഅ്വ, അവർക്കുള്ള അഭയകേന്ദ്രമാകുന്നു സ്വർഗം. എന്നാൽ വഅമ്മാമൻ തഗ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ച് ജീവിച്ചവരോ, വആസറൽ ഹയാത്ത ദുനിയ, ഈ ഭൗതിക ലോകത്തിന്, ഭൗതിക ജീവിതത്തിന് മുന്തിയ പരിഗണന, അവന്റെ മോഹവും ആഗ്രഹങ്ങളൊക്കെ തീർത്ത് ജീവിക്കുക. അത്തരം ആളുകളെ സംബന്ധിച്ചുള്ള പറയാ ഫൈനൽ ജഹീമ ഹിയൽ മഅ്വാ, അവന്റെ അഭയകേന്ദ്രമാകുന്നു നരകം. നഊദുബില്ല, അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം പിരിഞ്ഞതിന് ശേഷം ഒരാൾക്കും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. മനസ്സിലായോ? നമ്മളുടെ കുടുംബത്തിലുള്ള ആളുകൾക്കോ ബന്ധുക്കളുള്ള ആളുകൾക്കോ ഒരാൾക്കും നമ്മളെ ഈ നരകശിക്ഷയിൽ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ജീവിതകാലത്ത് തന്നെ ശ്രദ്ധിക്കുക, ഞാൻ എന്റെ ജീവിതത്തെ നരകത്തിന് കൊടുക്കണോ എന്ന കാര്യം ചിന്തിക്കുക. ഭൗതിക ജീവിതത്തിന് വേണ്ടി എത്ര വേണമെങ്കിലും നമുക്ക് ഓടാം, പക്ഷേ ആ ഓടുന്ന ആളുകൾ ശ്രദ്ധിക്കുക. എന്ത്, എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി, പ്രായം ഏറെയായി, എന്നിട്ടും അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ ഒന്നും നേടാൻ കഴിയാതെയാണല്ലോ കണ്ണടക്കുന്നത് എന്ന ബോധം നമുക്ക് വരണം. അത് ആ ബോധം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തിരുത്തിക്കൊള്ളണം കേട്ടോ. നമ്മൾ തിരുത്തുന്നില്ല, അല്ല തിരുത്തൂല കേട്ടോ. അതുകൊണ്ട് അല്ല പറയാം, ചില ആൾക്കാർ പറയാറുണ്ട്, എന്ത് അറിയോ, ഞാനൊക്കെ എത്ര തെറ്റിയത് രഹസ്യമായിട്ട്, എത്ര പരസ്യമായിട്ട്, അല്ല ഇന്ന് വരെ എന്നും ശിക്ഷിച്ചില്ല. അങ്ങനെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നന്നാവുമായിരുന്നു. അങ്ങനെ പറഞ്ഞില്ലേ?
അങ്ങനെ ഞാൻ എത്രയോ തെറ്റ് ചെയ്തു, അള്ളാഹു എന്നെ ശിക്ഷിച്ചില്ല. അള്ളാഹു ഒന്നും കാണുന്നില്ലേ ഞാൻ ചെയ്യുന്നത്? ഞാൻ എത്ര ആളുകളെ വഞ്ചിച്ചാ പണം ഉണ്ടാക്കിയത്? ഞാൻ എന്തെല്ലാം തെറ്റുകളാണ് ദുനിയാവിൽ ചെയ്തത്? ആരാരും അറിയാതെ ഇപ്പോഴും ഞാൻ മാന്യനായി ജീവിക്കുന്നു, അല്ലേ? അത്തരം ചിന്തകളൊക്കെ ആൾക്ക് വരും. അവിടെയാണ് അള്ളാഹ് പറയുന്നത്, ഓലോ യുവാഹിദുല്ലാഹ് അന്നാസ, അള്ളാഹു നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കനുസരിച്ച് അപ്പപ്പോൾ ശിക്ഷിച്ചിരുന്നെങ്കിൽ മാ തറക്ക അലൈഹ മിൻ ദാബ, ഈ ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യനും ജീവിച്ചിരിക്കില്ല. അള്ളാഹു നമ്മൾ ചെയ്ത തെറ്റനുസരിച്ച് അപ്പപ്പോൾ ശിക്ഷിക്കുകയാണെങ്കിൽ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല. വലാക്കിൻ, എന്നാൽ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, അള്ളാഹു ഒരു നിശ്ചിത അവധി വരെ നിങ്ങൾക്ക് സമയം തന്നതാ. നന്നാവിടെ നന്നായിക്കോളി നിങ്ങൾക്ക് കേട്ടോ. ഫൈദാ ജാ അജലുഹും ലാ യസ്തഖിറുന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, അള്ളാഹു സമയം എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറുന സഅതൻ, ഒരു നാഴിക പോലും അള്ളാഹു തരൂല, ഒരു നാഴിക സമയം പോലും തരില്ല. വലാ യസ്തഖ്ദിമൂൻ, ഇനി നേരത്തെ പോയാലോ നിങ്ങളുടെ വേദന. ഇപ്പം നമ്മൾ സാധാരണ കില്ല് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്, അല്ലേ? ഇന്നൊന്ന് കൊന്നു തന്നാളി, മരണത്തിന്റെ വേദന കൊണ്ട് ക്യാൻസർ രോഗികളൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും മരിച്ചു കിട്ടിയാൽ മതി. പക്ഷെ ലാ യസ്തഖ്ദിമൂൻ, നേരത്തെ കൊണ്ടുപോകില്ല. ടൈം ആയാലോ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാലോ ടൈം ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നല്ല ആളുകളായി ജീവിച്ചില്ലെങ്കിലോ പ്രായാധിക്യ സമയത്തെങ്കിലും നമുക്ക് അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യാനും വന്നുപോയ തെറ്റുകൾ തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും ഒക്കെ അവസരം അള്ളാഹു തരും. അല്ലെങ്കിലോ പെട്ടെന്നാ പിടികൂടുക. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇഹലോക ജീവിതത്തിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അള്ളാഹ് അറിയണില്ല. എന്നെ വീണ്ടും വീണ്ടും അല്ല എനിക്ക് പണം തരിക എന്ന് പറഞ്ഞപ്പോൾ അതാണല്ലോ നമ്മൾ പറഞ്ഞത്. സൗകര്യം തരിക, ഭൗതിക സൗകര്യങ്ങൾ കൂട്ടിക്കൂട്ടി തരും. നന്നാകാൻ നമ്മൾ വിചാരിച്ചാലും കൂടി കഴിയാത്ത വിധം ഭൗതിക സൗകര്യങ്ങൾ കൂട്ടിത്തരും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു പറഞ്ഞു, വലാ യഹ്സബന്ന അല്ലാഹ ഗാഫില, അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് അശ്രദ്ധനാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അമ്മാ യഅമലുൽ ലാലിമുൻ, അക്രമികൾ ചെയ്യുന്ന തെറ്റുകളൊന്നും അള്ളാഹ് കണ്ടിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. പിന്നെന്താ അള്ളാഹു കണ്ടിണോ? കണ്ടു. പിന്നെന്താ അള്ളാഹ് ചെയ്തത്? ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ, കണ്ണുകൾ പിടയുന്നൊരു ദിവസമുണ്ട്, അതിലേക്ക് നീട്ടിയിട്ടതാ. കണ്ണുകൾക്ക് നേരെ നിൽക്കാൻ കഴിയില്ല, അദ്വിധം പിടഞ്ഞു പോവും. ആ നിലക്കുള്ള ശിക്ഷയുടെ ലോകത്തേക്ക് അള്ളാഹു നീട്ടിയിട്ടാണ്. അള്ളാഹു അശ്രദ്ധനായതല്ല കേട്ടോ. നമുക്ക് വാരിക്കോരി തരിക അനുഗ്രഹങ്ങൾ, ആരോഗ്യം വേണ്ടതുപോലെ, സമ്പത്ത് വേണ്ടതുപോലെ, സൗകര്യങ്ങൾ വേണ്ടതുപോലെ, ഇതൊക്കെ വാരിക്കോരി തരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹു ഞാൻ ചെയ്യുന്ന തെറ്റൊന്നും അറിഞ്ഞില്ല എന്ന്. അള്ളാഹ് പറഞ്ഞാ ഞാൻ ഇതൊക്കെ നീട്ടിവെച്ചതാ കൂട്ടരെ, ഒക്കെ ഒന്നായിട്ട് തരാം, ശമ്പളം ഒന്നായിട്ട് തരും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിന്ന് പിരിയുന്നതിന് മുമ്പ് തന്നെ ദുനിയാവിനെ ഉപയോഗപ്പെടുത്തേണ്ട വിധം ദുനിയാവിനെ ഉപയോഗപ്പെടുത്തുകയും ആഖിറത്ത് ഉപയോഗപ്പെടുത്തേണ്ട വിധം ആഖിറത്ത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഏത് തക്കവുള്ളവനും അതിൽ വീണുപോകും. അതുകൊണ്ടാണ് ദുനിയാവിനെ സൂക്ഷിക്കുക അറിയാൻ കാരണം. ദുനിയാവിനെ സൂക്ഷിക്കാൻ നല്ലോണം പാടുപെടണം. എന്നാൽ സാധാരണഗതിയിൽ പിശാച് നമ്മളുടെ മുമ്പിൽ നീ ദരിദ്രനായി പോകുന്നതാണ്. ഈ ഭൂമിയിൽ നീ മത്സരിച്ച് ജീവിച്ചില്ലെങ്കിൽ ദരിദ്രനായി പോകും. ഇവിടെ മത്സരമാണല്ലോ എല്ലാ രംഗവും, അല്ലേ? ഏത് രംഗാ മത്സരമില്ലാത്ത? ഇപ്പം പരലോകത്തിന് മാത്രം മത്സരമില്ല, ദുനിയാവിൽ ഭയങ്കര മത്സരം, അല്ലേ? അത് കിട്ടാൻ ഒരാൾ തുടങ്ങിയ കച്ചവടം, അതിന്റെ മുകളിലൊരു കച്ചവടം, മത്സര. പിന്നെ എല്ലാവിധ ഓഫറുകളും, അതൊക്കെ മത്സരങ്ങളാ. ഓഫറുകൾ പിന്നെ മാത്രം എല്ലാം കച്ചവടമായി. എന്തിനധികം പറഞ്ഞ് ആരോഗ്യരംഗം വരെ കച്ചവടത്തിലാ, മത്സരത്തിലാ. പണം ഉണ്ടാക്കാനായിട്ട് മനുഷ്യന്റെ ശരീരം വിൽക്കുന്ന അവസ്ഥ വരെ എത്തി ദുനിയാവ് നേടാൻ, അല്ലെ? അള്ളാന്റെ റസൂൽ പറയാം, എന്റെ ഉമ്മത്ത് ദാരിദ്ര്യം വന്നിട്ട് ഇസ്ലാം ദീനിന്റെ നിയമങ്ങൾ ഒഴിവാക്കേണ്ട ഘട്ടം വരൂല എന്റെ ഉമ്മത്തിന്. നമ്മളുണ്ടല്ലോ പട്ടിണി കിടന്നിട്ട് അള്ളാന്റെ റസൂൽ എപ്പോഴും ദ്വാരക്കുന്ന ഒരു ദ്വയാണ്. എന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ കുഫ്ർ
പടച്ചവന് ദാരിദ്ര്യം വന്നിട്ട് കുഫറിലേക്ക് പോകുന്നതിൽ ഞാൻ അള്ളാഹുവെ നിന്നോട് അഭയം തേടുന്നു. ആ പ്രവാചകൻ തന്റെ ഉമ്മത്തിനെ പറ്റി എന്താ പറഞ്ഞറിയോ? ഫവല്ലാഹി ലൽ ഫഖ്റു അഖ്ശാ അലൈക്കും, പടച്ചവനാണ് സത്യം, എന്റെ ഉമ്മത്ത് ദാരിദ്ര്യം വന്നിട്ട് ഇസ്ലാമിനെ വിട്ട് കളയുന്നതിന് ഞാൻ ഭയപ്പെടുന്നില്ല. അല്ലാഹി ലാ അഖ്ശ, ഞാൻ ഭയപ്പെടുന്നില്ല. അൽ ഫഖർ, നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നത്, എന്നിട്ട് നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്തു പോയി പോകുമെന്ന് എനിക്ക് പേടില്ല. വലാക്കിൻ, എന്നാൽ അഖ്ശ അലൈക്കും മൻ തബ്സുട്ട് അലൈക്കും ദുനിയ, ഭൗതിക ലോകം നിങ്ങളുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി വികസിതമായി അങ്ങേയറ്റത്തെ സൗകര്യം നിങ്ങൾക്ക് കിട്ടുമ്പോൾ എന്താവും? കമാ ബുസിത്ത് അലാമൻ കബലക്കും, മുമ്പ് ഇവിടെ ജീവിച്ച സമൂഹത്തിലൊക്കെ അള്ളാഹു ഭൂമിയിൽ സൗകര്യവും ഭൗതിക സുഖങ്ങൾ കൊടുത്തതുപോലെ നിങ്ങൾക്കും അള്ളാഹു ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചാൽ ഫതനാഫസു, അപ്പോൾ നിങ്ങൾ മത്സരിക്കും. കണ്ടോ, ആ ഭൗതിക സൗകര്യങ്ങൾക്കായി ഭയങ്കര മത്സരമാവും. ഫതനാഫസു, ഒരു കെട്ടിടം ഒരാളുണ്ടാക്കിയാൽ അതിനേക്കാൾ വലിയ കെട്ടിടം അടുത്തുണ്ടാക്കണം, എന്നാലേ മത്സരമാവുള്ളൂ, അല്ലേ? അങ്ങനല്ലേ? ലോകത്തെ ഏറ്റവും വലിയ മോശപ്പെട്ട ധനമേതാന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഭൂമിയിൽ പടുത്തുയർത്തുന്ന കെട്ടിടങ്ങൾക്ക് ചെലവഴിക്കുന്ന പണമാണ്. അതിലും മോശമായൊരു പണം ആരും എവിടെയും ചെലവാക്കണില്ല. ഒരു കാര്യമില്ലാത്ത സാധനം അത് അള്ളാഹ്ക്ക് ഇടിച്ചു തകർക്കാനുള്ള പരലോകം വരുമ്പോൾ, അല്ലേ? ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി കിടുകിട വിറക്കുമ്പോൾ തകർത്തെറിയാനുള്ളതാണ് എന്ത് ഈ കെട്ടിടങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് നമ്മളെ മത്സരം പ്രധാനമായും കെട്ടിടങ്ങളിലാണ്. അതിനു മാത്രം എഞ്ചിനീയർമാരും അതിനു മാത്രം ഡെക്കറേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇറങ്ങി, എല്ലാ ആളുകളും മനുഷ്യനെ നാനാ വഴിക്ക് നശിപ്പിക്കുന്ന ആളുകൾ, അല്ലേ? ഒരുപാട് കോഴ്സുകളും, ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ഒരുപാട് വിദ്യാഭ്യാസ രംഗങ്ങൾ, അതൊക്കെ എന്താ? മനുഷ്യന്റെ നാഗരികതയെ വളർത്താൻ, മനുഷ്യന്റെ സന്മാർഗ ചിന്ത ഉയർത്താൻ ആരും ശ്രമിക്കുന്ന യാതൊരു വഴികളും ഇവിടെ ഇല്ല. നശിപ്പിക്കുന്ന വഴികൾ മുമ്പാടുണ്ട്. അതാ റസൂലുള്ള പറഞ്ഞത്, ഫതനാഫസു കമാ തനാഫസുഹ, പൂർവികരായ ആളുകൾ ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങൾ മത്സരിക്കും. ഫത്തുഹ്ലിക്കും കമാ അഹ്ലക്തും, അവരൊക്കെ നശിച്ചതുപോലെ നിങ്ങളും നശിക്കും. പൂർവിക സമുദായം നശിച്ചതുപോലെ എന്റെ ഉമ്മത്തും നശിക്കും. അങ്ങനെ ഭൗതിക സൗകര്യങ്ങൾ കൂടിയിട്ട്. ഇപ്പൊ അതല്ല ലോകം, ആണോ? ഭൗതിക പ്രയാസങ്ങൾ നമുക്കില്ലല്ലോ, ഉണ്ടോ? വളരെ പരിമിതമായ ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുള്ളൂ. അതിനാണെങ്കിലോ കോടികൾ ഉണ്ടാക്കാൻ സെക്കൻഡ് മതി, അല്ലേ? ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു യൂട്യൂബിലൂടെ ഒരാളുടെ സങ്കടം അറിയിച്ചാൽ മതി, ലോകം മുഴുവനും ആ സങ്കടത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ രംഗത്തിറങ്ങും, അല്ലേ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളെ മയ്യത്ത് എന്റെയും നിങ്ങളുടെയും ഖബറിലേക്ക് പോകുമ്പോൾ ആര് ചെയ്യും? ഏത് യൂട്യൂബർക്ക് ചെയ്തു തരാൻ കഴിയും നമ്മളെ സഹായിക്കാൻ? ഒരു രക്ഷയുമില്ലാത്തൊരു ലോകത്തേക്കാ. അപ്പോഴോ നമുക്ക് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളുടെ മുതലുകളായി നിന്നിരുന്ന നമ്മളുടെ മക്കൾ തിരിഞ്ഞു നോക്കാണ്ടാവില്ല. ജീവിതകാലത്ത് തന്നെ തിരിഞ്ഞു നോക്കാത്തവല്ല, പിന്നല്ല മരിച്ചാല് ജീവിതകാലത്ത് തന്നെ തിരിഞ്ഞു നോക്കാത്ത മക്കളാ. ഇപ്പോഴാണെങ്കിലോ ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളെ ഒഴിവാക്കിയാൽ അമ്മത്തൊട്ടിൽ, വയസ്സന്മാരെ ഒഴിവാക്കിയാൽ വൃദ്ധസദനം, അല്ലേ? ഇപ്പൊ എല്ലാരും അങ്ങനെയാ. പൈസ നമ്മൾ ചെലവാക്ക, നോക്കാൻ കഴിയില്ല. അങ്ങനെയല്ല ഇസ്ലാം പറയുന്നത്. ഒരു കഞ്ഞിക്കൈയില് കഞ്ഞി വായൽ ഒഴിച്ചു കൊടുക്കാൻ, മാറോട് ചേർത്ത് പിടിച്ചു കൊടുക്കാൻ സാധിക്കുന്ന മക്കളെയാണ് വേണ്ട, അല്ലാണ്ട് നിങ്ങളെ പൈസ അല്ല. ചിലരൊക്കെ വിചാരിഎന്താ അറിയോ, ഞാൻ പൈസ അയച്ചു കൊടുത്തില്ലേ, നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും ചികിത്സക്കും തിന്നാനും പണം അയച്ചു കൊടുത്തില്ലേ, പിന്നെ എന്ത് പ്രയാസമുള്ളത്, അല്ലേ? അതവിടെ വേണ്ട അല്ല. കുറച്ച് പൈസ കൊണ്ട് കൊടുത്താൽ കാര്യം തീർന്നില്ല. അത് നിങ്ങൾ മറുപടി റബ്ബിനോട് പറഞ്ഞു തരും കേട്ടോ. അപ്പം വെറുതെ നിസ്കരിച്ച് നോമ്പ് വെച്ച് ഉമ്രക്കും പോയി കിട്ടിയ പൈസ കൊണ്ട് കുറെ ആളുകൾ ഉമ്രക്ക് പോയി, എന്നിട്ട് വല്ലതും നേടി അവിടുന്ന് അതുമില്ല. ഇങ്ങോട്ട് ആടങ്ങാടി പോയാൽ ഇങ്ങോട്ട് വന്നു. കാരണം എന്താ, ഒരു ഇൽമുല്ലാത്തവനാ പോയതേ, ഒരു ഹൗഫും ഇല്ല, തക്കുവിയില്ല, ഒന്നും ഇല്ലാത്തവനായി ഉമ്രക്ക് പോകുന്നുണ്ട്, ആണും പെണ്ണും. പോയവരോട് നിങ്ങൾ ചോദിച്ചു നോക്കി എന്തേ നേടിയെന്ന്. അപ്പൊ അത്തരത്തിൽ നിർഭാഗ്യവാന്മാരായി മരിച്ചു പിരിയാൻ സാധിക്കരുത്. നമ്മളെപ്പോഴും അള്ളാഹിനോടുള്ള ബന്ധം നിരന്തരമായി പുലർത്തുകയും നമ്മളുടെ ശരീരവും നമ്മളുടെ സമ്പത്തും ഒക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ കുറെയൊക്കെ നമ്മളുടെ ആഹാരത്തിനു വേണ്ടി അധ്വാനിച്ചു വെച്ച് മരിച്ചു പിരിയാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല
ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ആളുകൾ യതമത്തഊൻ വല്ലദീന കഫറു നന്ദി കെട്ട മനുഷ്യന്മാരല്ല പറയാൻ സൂറത്ത് മുഹമ്മദിൽ വല്ലദീന കഫറു യതമത്തഊൻ അവരിങ്ങനെ സുഖിക്കുക യഅ്കുലൂൻ അവർ ഭക്ഷിക്കുകയാണ് നല്ല നല്ല ഭക്ഷണം. ഇപ്പൊ ഭൗതിക ലോകത്തിന്റെ ഏറ്റവും വലിയ കണ്ണഞ്ചിപ്പിക്കുന്ന മാസ്മരികമായ ഭക്ഷണങ്ങൾ അല്ലെ, എന്തെല്ലാം ഭക്ഷണങ്ങളാണ് അത് ഉണ്ടാക്കുന്ന തിരക്കിലെ നമ്മളെ പെണ്ണുങ്ങള് അല്ലേ. ആഹാരമൊന്നും അപ്പോഴൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ശൈശവല്ല, പിന്നെ കൗമാരല്ല, ഒന്നും അല്ലാക്കില്ല. അതൊക്കെ സ്വന്തം താല്പര്യങ്ങൾ. അതാ പറഞ്ഞത് യതമത്തഊൻ വയഅ്കുലൂൻ അവർ തിന്നുകയാണ് നല്ലോണം. എന്നിട്ട് അല്ലാഹ് പറയാ കമാ തഅ്കുൽ അൻആം, നാക്കാലികളെ പോലെ. നാക്കാലികൾക്ക് ഇപ്പം എന്താ വേണ്ടത്? കുറെ തിന്നണം, കുറെ സൂഹിക്കണം, അതിനല്ലേ. അപ്പൊ ലക്ഷ്യബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകരുത്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം, നമുക്ക് സുഖമായി സന്തോഷിക്കാം, അതിനൊന്നും അല്ലാഹ്ക്കെതിരില്ല. പക്ഷെ ആഖിറം മറക്കരുത്. വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല. അള്ളാന്റെ റസൂലിനോടാ പറഞ്ഞത്, മുഹമ്മദേ ഇഹലോകത്തേക്കാൾ നിനക്കുത്തമം പരലോകമാണ്. ആ ബോധം നമ്മളുടെ കൽബിൽ തുന്നണം. എന്റെ ഭൗതിക ലോകം അല്പം കുറഞ്ഞാലും സങ്കടത്തിലായാലും ഒന്നും എനിക്ക് പ്രയാസമല്ല, എന്റെ മരണാനന്തര ജീവിതം സന്തോഷത്തിലും ആനന്ദത്തിലുമായിത്തീരണം എന്ന് ആഗ്രഹിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്ന മുത്തഖീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. റബ്ബിന്റെ കഠോരമായ നരകശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ വലതു കൈയിൽ കർമ്മരേഖ സ്വീകരിച്ച് സ്വർഗം പോകാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. آمين.